ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിന്റെ നാളത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ മൗനരാഗം സീരിയലിലെ ക്ലൈമാക്സ് ഷൂട്ടായിരുന്നു ഇന്ന് കേട്ടോ. അപ്പോൾ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മുടെ ക്ലൈമാക്സ് ഉടനെ തന്നെ ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മാക്സിമം 2 ആഴ്ച അതിനുള്ളിൽ തന്നെ ക്ലൈമാക്സ് ആവുമെന്നാണ് അറിഞ്ഞത്. അങ്ങനെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ ഷൂട്ടില് ഫോട്ടോസിൽ നമ്മുടെ സരയും ഇല്ല, മനോഹർ ഇല്ല. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരും ആ ഷൂട്ടിലും കാര്യങ്ങളിലൊക്കെ നിറഞ്ഞു നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിലേക്ക് നമുക്ക് കടന്നാലോ. അങ്ങനെ മനോഹറിനെ കൂട്ടിക്കൊണ്ട് നമ്മുടെ സരയു വീട്ടിലേക്ക് പോകുന്നുണ്ട്. മനോഹറിന് കഴിക്കാൻ വെക്കുന്ന ഭക്ഷണത്തിന് എന്തൊക്കെയോ ഒഴിച്ച് മനോഹറിനെ കൊടുത്ത് കൊലപ്പെടുത്താനാണ് സരയുവിന്റെ ഉദ്ദേശം. എന്നിട്ട് പോലീസിനെ പിടിച്ചാലും കുഴപ്പമില്ല എന്ന് സരയു വിചാരിക്കുന്നുണ്ട്. അതേസമയമാണ് പയസിനെ കണ്ടുപിടിച്ച് കിരണും രതീഷും വേലും കൂടി പയസിനെ നല്ല അടി കൊടുക്കാട്ടോ. നന്നായിട്ട് പിടിച്ച് അടിച്ച് കെട്ടി കാട്ടിൽ ഉപേക്ഷിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും പയസ് നമ്മുടെ സരയുവിന് ഒറ്റ കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. പയസിന്റെ ഫോൺ നമ്മുടെ രതീഷിന്റെ കയ്യിൽ കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് സരയുവാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ അവർ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സരയുവിന്റെ കോള് ഈ പയസിന്റെ മൊബൈലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പരിചയമുള്ള നമ്പർ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് രതീഷും കിരണും കൂടി നോക്കുമ്പോഴാണ് സരയുവിന്റെ നമ്പറാന്ന് മനസ്സിലാവുന്നത്. അപ്പൊ രതീഷ് പറഞ്ഞ സാറേ, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് അവള് ലോക്ക് ഉടായിപ്പാണ്, അവൾ ഉടായിപ്പാണ് സാറേ എന്ന് പറയാണ്. എന്നാലും അവളെ കുറിച്ച് ഞാനും കല്യാണിയും ഇങ്ങനെ ഒന്നും വിചാരിച്ചില്ല എന്ന് പറയുമ്പോ രതീഷ് പറയണ്ടേ, എനിക്കറിയാം സാറും കല്യാണിയൊക്കെ അവളെ കുറിച്ച് നല്ലത് മാത്രമായിരിക്കും വിചാരിക്കുന്നുണ്ടാവാം. പക്ഷെ ഞാൻ പറഞ്ഞതല്ലേ, അവള് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അവളുടെ മനസ്സിൽ എന്തോ ഉദ്ദേശം ഉണ്ടെന്നുള്ളത്. അവള് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മനോഹറിനെ കൂട്ടിക്കൊണ്ടു പോയത് നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കില്ല സാറേ. മനോഹറിനെ എന്തോ ചെയ്യാൻ വേണ്ടി തന്നെയാ അവളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത് എന്ന് പറയാണ്. കിരൺ പറയണ്ടു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം സായാഹ്നത്തിൽ പോയിട്ട് താരാന്റിനെ ഒന്ന് കാണാം. കണ്ടിട്ട് താരാന്റിക്ക് എന്താ സംഭവിച്ചത്, എന്തിനാണ് സായനത്തിൽ പോയി നിൽക്കണമെന്ന് താരാന്റി സംസാരിക്കാം. അഥവാ താരാന്റി പറയാൻ മടിക്കുന്നുണ്ടെങ്കിൽ താരാന്റിനെ കൂടെ സത്യം പറയിപ്പിച്ചിട്ട് നമ്മൾ സായനത്തിൽ നേരെ പോണത് സരയുവിന്റെ അടുത്തേക്കാണ്. ശരി സാറേ, എന്നാ അങ്ങനെ ചെയ്യാം എന്ന് രതീഷും വേലും പറയാണ്. അങ്ങനെ രതീഷും വേലും കിരണും കൂടി നേരെ പോണത് സായനത്തിലേക്കാട്ടോ. അവിടെ നമ്മുടെ അമ്മുമ്മ മുൻപിൽ തന്നെയുണ്ട്. അമ്മുമ്മ കിരണെ കാണുമ്പോ ആ മക്കളെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പൊ അമ്മുമ്മേനെ മാറ്റി നിർത്തി രതീഷും വേലും ചോദിക്കണ്ട, അല്ല അമ്മുമ്മേ ഇവിടെ താരാന്റി വന്നിട്ട് എത്ര ദിവസമായി? അവള് ഇന്നലെ വന്നതാണ്, ആരോടും പറയരുതെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അവൾ അറിയാതെയാ ഞാൻ നിങ്ങളെ ഫോൺ വിളിച്ചത്. അല്ല എന്തെങ്കിലും താരാന്റി പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല മക്കളെ, എപ്പോഴും കരച്ചിലോട് കരച്ചിലാണ്. ഞാൻ എത്ര പ്രാവശ്യം എന്താന്ന് ചോദിച്ചിട്ട് ഒന്നും മിണ്ടണില്ല. സരയും താരയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയാണ് അമ്മുമ്മ. അല്ല അത് അമ്മുമ്മക്ക് ഇങ്ങനെ മനസ്സിലായി എന്ന് കിരൺ ചോദിക്കുമ്പോ, അല്ല എല്ലാതും ഒരു അമ്മ ഇങ്ങനെ കരയേണ്ട ആവശ്യമില്ലല്ലോ. സ്വന്തം മക്കളെ കുറിച്ച് ആലോചിച്ചിട്ട് എല്ലാ അമ്മമാരും ഇതുപോലെ കരയാറുള്ളൂ. അപ്പൊ അതിനർത്ഥം എന്താ, സരയും അവൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. മറിച്ചും ചോദിച്ചിട്ട് ഒരു അക്ഷരം മിണ്ടുന്നില്ല. രാത്രിയൊന്നും ഉറക്കേയില്ല. എന്റെ റൂമിൽ അവള് കിടക്കണത്, ഉറക്കമില്ല, ഒന്നുമില്ല. ചോദിച്ചാലാണെങ്കിലും ഒന്നും പറയണമില്ല. ശരി, താരാന്റി ഇപ്പൊ എവിടെയുണ്ട്? എന്റെ റൂമിലുണ്ട് മക്കളെ, വാ എന്ന് പറഞ്ഞിട്ട് അമ്മമ്മ റൂമിലേക്ക് കൊണ്ടുപോവാണ്. താരാന്റി എന്ന് കിരൺ വിളിക്കുമ്പോ താര പെട്ടെന്ന് ഷോക്കായിട്ട് എഴുന്നേക്കാട്ടോ. കിരൺ പറയുന്നുണ്ട്, ആന്റി ഷോക്ക് ആവൊന്നും വേണ്ട, ഞങ്ങൾ ആന്റിനെ കാണാൻ വേണ്ടി തന്നെ ഇവിടേക്ക് വന്നത്. അമ്മുമ്മേനെ നോക്കൊന്നും വേണ്ട. താരാന്റി ഇവിടെയുള്ള കാര്യം ഞങ്ങളോട് പറഞ്ഞ അമ്മുമ്മ മാത്രമല്ല, ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് വർഷമായിട്ട് പരിചയമുള്ളവരാണ്. അവര് ഞങ്ങൾക്ക് പറയാതെ ഒന്നും ചെയ്യില്ല. ഇവിടുത്തെ ഒരാൾ വരുന്നുണ്ടെങ്കിൽ പോലും എന്നോടും കല്യാണത്ത് പറഞ്ഞിട്ടെ അവര് കേട്ടുള്ളൂ. കാരണം ഞങ്ങളാണ് ഇത് നോക്കി നടത്തുന്നത്. അത് ആന്റിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ആന്റി സ്വന്തം മകളും കൊച്ചുമകളും ഞങ്ങളെ പോലുള്ള ബന്ധുക്കളൊക്കെ ഉണ്ടായിട്ട് എന്തിനാണ് ആന്റി ആരും ഇല്ലാത്ത പോലെ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല എന്ന് താര പറയുമ്പോ, ആന്റി ഇനി നോണ പറയില്ല ആന്റി, ഇനിയെങ്കിലും ആന്റി സത്യം പറ. ആന്റി സത്യം പറയാത്തത് കൊണ്ട് എന്തുമാത്രം പ്രശ്നങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. ഓരോരുത്തർ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. ആന്റിക്കറിയുന്ന സത്യം ആന്റി ഒന്ന് തുറന്നു പറ. എന്തിനാ ആന്റി ഇങ്ങനെ ഓരോരുത്തരെ കൊന്നുകൊണ്ടിരിക്കുന്നത്? ഒന്ന് സത്യം പറയാ ആന്റി. ആന്റിന്റെ ഒന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ആന്റിക്ക് ഞങ്ങളോട് എത്രയെങ്കിലും നന്ദി ഉണ്ടെങ്കിൽ, എന്റെ അച്ഛൻ ആന്റിനെ ഇത്ര നാളെ നോക്കിയത്, എന്റെ അച്ഛനോട് എന്തെങ്കിലുമൊക്കെ ഒരു നന്ദിയോ കടപ്പാടോ ആന്റിക്ക് ഒരു അംശം ബാക്കിയുണ്ടെങ്കിൽ ആന്റി സത്യം പറ എന്ന് കിരൺ പറയാണ്. ഇത് കേട്ട് താര ആദ്യം ഒന്നും മടിച്ചു നിൽക്കുമെന്നുണ്ടെങ്കിലും രതീഷ് പറയുന്നുണ്ട്, കിരൺ സാറേ ഇവരോടൊന്നും ചോദിക്കണ്ട, അവരൊന്നും പറയാൻ പോകുന്നില്ല. അവരുടെ മോളെ കുറിച്ച് അവര് കുറ്റമൊന്നും പറയില്ലല്ലോ. വാ സാറേ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ താര പെട്ടെന്ന് ഇങ്ങനെ കൈ കൊട്ടി വിളിക്കാട്ടോ. എന്നിട്ട് ഞാൻ പറയാം എന്ന് പറയണ്ടേ. എന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ കിരണോടും രതീഷിനോടും വേലിനോടും തുറന്നു പറയാണ് താര. വേറൊന്നുമല്ല, ഇതിനെല്ലാത്തിനും കാരണം സരയുവാണെന്നും സരയുവിനും കിരണിനും ഒന്നാൻ വേണ്ടി കല്യാണിനെ കൊല്ലാൻ നോക്കുവാണെന്നും മനോഹറിനെ കൊല്ലാൻ നോക്കുവാണെന്നും അത് കണ്ടും മടുത്തിട്ടാണ് താര ഇങ്ങോട്ടേക്ക് വന്നതെന്നുള്ള സത്യം പറയാണ്. ഇത് കേൾക്കുമ്പോൾ താരയെടുത്ത് പൊട്ടിത്തെറിക്കാണ് കിരൺ. എന്നാലും ആന്റി ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ആന്റി ഇത് അറിഞ്ഞിട്ട് കുറെ നാളായല്ലോ, ഞങ്ങൾക്ക് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ആന്റി കാണിച്ച വല്ലാത്ത ക്രൂരതയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് കിരൺ നേരെ പോണത് രതീഷിനെയും വേലുവിനെയും കൂട്ടിക്കൊണ്ട് പോകണം. നേരെ പോണത് നമ്മുടെ സരയു ഇപ്പൊ നിൽക്കേണ്ടതാണ് കേട്ടോ. അവിടെ മനോഹർ ഉണ്ട് കേട്ടോ. അപ്പൊ മനോഹറിനെ എന്തെങ്കിലും ചെയ്യണം മുമ്പ് അവിടെ എത്തണമല്ലോ. അങ്ങനെ അവര് നേരെ പോണത് താരെ മുമ്പ് നിന്നിരുന്ന ആ ഒരു വീട്ടിലേക്കാണ്.
അവിടെ ബെല്ലടിക്കണ സമയത്ത് നമ്മുടെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സരയു മനോഹറിനാട്ടോ. വിഷഭക്ഷണം കഴിച്ചിട്ട് മനോഹർ ആകെ മരണപ്രാളം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സരയു എനിക്കെന്തോ വല്ലാത്ത ശ്വാസം മുട്ടണ പോലെ, തൊണ്ടക്കല്ല ഒരു വേദന പോലെ എന്ന് പറയുമ്പോൾ, അതേടാ വേദന എടുക്കും, നീ കഴിച്ച ഭക്ഷണത്തിലെ ഞാൻ വിഷം കലർത്തിയിട്ടുണ്ട്, നീ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മരിക്കാൻ പോവാണ്. സരയു നീ എന്തൊക്കെയാ പറഞ്ഞത്, നീ എന്താടാ വിചാരിച്ചത് എന്നെ കുറിച്ച്? ഞാൻ നിന്നെ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടു വന്നതാണെന്നോ? എന്റെ പഴയ ഭർത്താവിനെ പോലെ ഞാൻ നിന്നെ നോക്കുമെന്നോ? നിന്നോട് ആര് പറഞ്ഞ അതിനെ വേണ്ടി ഞാൻ കൂട്ടിക്കൊണ്ടു നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നീ ഇപ്പൊ കഴിച്ച ഭക്ഷണം ഉണ്ടല്ലോ, നീ ഒരു അരമണിക്കൂറിൽ മരിക്കാൻ പോടാ. അത് ശരിക്കും കല്യാണിക്ക് കൊടുക്കാൻ പറ്റിയതാണ് ആ വിഷം. പക്ഷെ എന്ത് ചെയ്യാൻ, പക്ഷെ നിനക്കാണത് കഴിക്കാനുള്ള ഭാഗ്യമുള്ളത്. അതുകൊണ്ടാണ് നീ ഇങ്ങോട്ടേക്ക് പരോളെടുത്ത് വന്നത്. നീ മരിക്കാൻ പോടാ, നീ ചതിച്ച് പറ്റിച്ച എല്ലാ പെണ്ണുങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ നിന്നെ കൊല്ലാൻ പോവാണ് എന്ന് പറയുമ്പോഴേക്കും മനോഹരനെ പിടിച്ച് തള്ളാണ് കേട്ടോ സരയു. ആ മനോഹർ ഇങ്ങനെ നിലത്തേക്ക് ഇങ്ങനെ വീഴുന്നുണ്ട്. അപ്പൊ സരയു അപ്പോഴും ദേഷ്യം മാറില്ല. എടാ സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്, എന്റെ കൈ വെച്ച് നിന്നെ അമർത്തി കൊല്ലണമെന്നുണ്ട്. പക്ഷേ ഇനി അപ്പൊ അഥവാ കേസും കാര്യങ്ങളൊക്കെ ആയാൽ ഞാൻ രക്ഷപ്പെടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ രക്ഷപ്പെട്ടു, നീ പരോളിൽ ഇറങ്ങി മനസ്സ് വേദനിച്ച് വിഷം കഴിച്ചു മരിച്ചു എന്നുള്ള രീതിയിലേക്ക് ന്യൂസ് വരുന്നത്. അതങ്ങനെ തന്നെ ആവട്ടെ വെച്ചിട്ടാണ് ഞാൻ നിന്നെ കൊല്ലാതെ വിഷം തന്നത്. നീ മനസ്സ് വേദനിച്ചു, എന്തൊക്കെയോ നിരാശ കൊണ്ട് മരിച്ചു എന്നുള്ള വാർത്തയായിരിക്കും ഇനി പത്രത്തിലും ടി വിയിലൊക്കെ വരാൻ പോണത് എന്ന് പറയാണ്. അപ്പൊ മനോഹരിങ്ങനെ മരണം ഇങ്ങനെ മുൻപിൽ കണ്ട് വെപ്രാളം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് കിരണും രതീഷും വേലും വരുന്നത്. അവർ വാതിൽ തള്ളി തുറക്കുമ്പോഴേക്കും കാണുന്ന കാഴ്ച മനോഹർ ഇങ്ങനെ മരണത്തിന് മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ രതീഷും വേലും കൂടി മനോഹറിനെ പൊക്കിയെടുത്ത് വണ്ടിയിലേക്ക് കയറ്റാണ്. അപ്പൊ തന്നെ കിരൺ പറയുന്നുണ്ട്, വേലും രതീഷ് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ മനോഹറിനെ എത്തിക്കണം, ഇവൾക്കുള്ള പണി ഞാൻ കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറയാണ്. അങ്ങനെ മനോഹറിനെ പൊക്കിയെടുക്കുന്ന സമയത്ത് സരയു ഭ്രാന്തിനെ പോലെ, മുമ്പത്തെ ഒരു മെന്റൽ പോയ ഒരു ഇതുണ്ടോ, കിളി പോയൊരു സ്വഭാവം ഉണ്ടല്ലോ, ആ സ്വഭാവം പുറത്തേക്ക് എടുക്കണില്ല. അവൻ കിടന്ന് ചാവട്ടെ, അവൻ ചാവണത് എനിക്ക് കാണണം, അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ സരയുവിനെ പിടിച്ച് തള്ളി റൂമിൽ ലോക്ക് ചെയ്തതിനു ശേഷം കിരൺ അവിടെ ഇരിക്കാട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് കിരണിനും അറിയില്ല. സരയുവിനെ കാട്ടിക്കൊണ്ട് ഇടണോ അതോ എന്താ ചെയ്യേണ്ടത് കിരൺ അറിയില്ല. കിരൺ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോക്ക് ചെയ്തിട്ട് കിരൺ അവിടെ നിന്ന് അവരുടെ കൂടെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പൊ മനോഹറിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഡോക്ടർമാർ പറയുന്നുണ്ട് ജീവൻ വീണ്ടെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ആ ഒരു നിലയിലാണ് മനോഹറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, ക്രിട്ടിക്കലാണ്, ഭയങ്കര ക്രിട്ടിക്കലാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടുത്തണം, എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകും, എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ മാക്സിമം ശ്രമിക്കാന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഈ സരയുവിന് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കിരണും വേലും രതീഷും പോയിട്ട്. ഇനി അവളെ ജീവിക്കാൻ അനുവദിച്ചൂടാ. പക്ഷേ ഈ ഹോസ്പിറ്റലിൽ വേറൊരാൾ കിടക്കണ്ടല്ലോ, അവളുടെ വളർത്തമ്പ ഷാരി, അവരെനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ഷാരിയുടെ അടുത്തേക്ക് പോവാണ് കിരൺ. എന്നിട്ട് പറയണ നിങ്ങൾക്ക് നാണൂല്ലേ, ഞങ്ങളുടെ ചിലവിൽ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കഴിയുമ്പോഴും നിങ്ങൾക്ക് ഒത്തിരി പോലും നാണോ മാനോ ഇല്ലേ? കല്യാണി ഞാനും നിങ്ങൾക്ക് എന്ത് തെറ്റാ ചെയ്തത്? കല്യാണിനെ കൊന്നിട്ട് ഞാൻ നിങ്ങളുടെ മോളെ കെട്ടോന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചോ? കല്യാണി മരിച്ച അടുത്ത നിമിഷം എന്താ സംഭവിക്കാൻ പോകുന്നറിയോ? എന്റെ ജീവിതത്തിൽ കല്യാണി മരിച്ച അതേ നിമിഷം ഞാനും മരിക്കും. അങ്ങനെയാണ് ഞാനും കല്യാണിയും തമ്മിലുള്ള ബന്ധം. അത് മനസ്സിലാക്കാൻ നിങ്ങളും നിങ്ങളുടെ മകളും മറന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഷാരിക്ക് കൊടുക്കേണ്ടതും കിരൺ കൊടുക്കുന്നു കേട്ടോ. അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങളാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.